നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കീറ്റോ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. അതായത് LCHF കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. മഷ്റൂം വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മഷ്റൂം ബട്ടർ പെപ്പർ റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സാധാരണ കീറ്റോ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്ക്, അതായത് കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതല്ല, ഡയറ്റൊന്നും ഫോളോ ചെയ്യാത്തവർക്കും ഇത് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ധാന്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്രൈ ആയിട്ട് തയ്യാറാക്കുന്ന ഈ റോസ്റ്റ് ഒറ്റയ്ക്കാണ് നമ്മൾ കഴിക്കുക. ഇത് മാത്രമായിട്ടാണ് കഴിക്കുക. അല്ലെങ്കിൽ വല്ല ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ അതിൻ്റെയൊക്കെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ, ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ മസാലകൾ കുറച്ചിടുക. അല്ലെങ്കിൽ അത് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അത് എടുത്ത് കാണിക്കും. മസാല കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് എടുത്ത് കാണിക്കും. അപ്പോൾ മസാല നമ്മൾ കുറച്ചിട്ടിട്ടാണ് ഇവിടെ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഡയറ്റൊന്നും ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മസാല എടുക്കേണ്ടത്, അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കീറ്റോ സ്പെഷ്യൽ മഷ്റൂം ബട്ടർ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഞാനിവിടെ മഷ്റൂം സാധാരണ ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ബട്ടൺ മഷ്റൂം മേടിക്കാനായിട്ട് കിട്ടും. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മേൽവശത്ത് കാണുന്ന ഒരു കോട്ട് ഉണ്ടാവും, ഒരു തിന്നായിട്ടുള്ളൊരു കോട്ട് ഉണ്ടാവും. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഒരു തിന്നായിട്ടുള്ള സ്ലൈസ് ആക്കിയിട്ട് നമുക്കിതിനെല്ലാം നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഏകദേശം ഒരു 8-9 ബട്ടൺ മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ബോക്സിൽ കിട്ടുന്ന അളവ് 250 ഗ്രാമാണെന്ന് തോന്നുന്നു അതിലുണ്ടായിരുന്നത്. അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉള്ളിയൊക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി. അതുപോലെ തന്നെ ചുമന്നുള്ളി ഞാൻ നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരാൾ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്, 2 പേരാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഉള്ളി 4 എടുത്തുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടിയുടെ അളവ് ഞാൻ പറയാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് ഗരം മസാല. ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടി ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മെയിനായിട്ട് എരിവിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ബദാം പേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം ഇതേപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1-2 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് മൊത്തം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിന്ന് ഒരു 9 ബദാം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട്. കണ്ടപ്പോൾ ഞാൻ അതിന്ന് ഒരു 9 ബദാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അടിച്ച് നല്ലോണം പേസ്റ്റ് രൂപേണ ആക്കിയെടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ബദാം പേസ്റ്റാണ് ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുക. ഏകദേശം അതിൻ്റെ അത്ര ആവശ്യമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അൺസോൾട്ടഡ് വേണം കീറ്റോ റെസിപ്പി ഫോളോ ചെയ്യുന്നവർ എടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. കണ്ടോ, നന്നായിട്ട് അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ ചുമന്നുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കീറ്റോ റെസിപ്പി ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ നമുക്ക് ചുമന്നുള്ളി അധികം യൂസ് ചെയ്യാൻ പാടാത്തതുകൊണ്ടാണ് ഞാനിതിൽ വളരെ കുറച്ച് ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ എണ്ണം കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുപ്പുള്ള തക്കാളിയായിരുന്നു. അത് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പരുവാകുന്നവരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇവിടെ അടച്ചൊന്നും വെക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ചൊന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് ഓപ്ഷണലാണ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല. നമ്മളിതിൽ മെയിനായിട്ട് കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലൊക്കെ മസാലയൊക്കെ ഞാൻ കുറവേ ചേർത്തിട്ടുള്ളൂ, കാരണം ഇത് നമ്മൾ കറി മാത്രമായിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് മസാല ആയി കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക, കാരണം മഷ്റൂമൊക്കെ പെട്ടെന്ന് ഉപ്പ് വലിച്ചെടുക്കും. അപ്പോൾ ഒരുപാട് ഉപ്പായി പോവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഉടയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായി ഉടഞ്ഞു വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് മഷ്റൂം മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല കംപ്ലീറ്റ് മഷ്റൂം നന്നായിട്ടൊന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മഷ്റൂം മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. കണ്ടോ, ഇപ്പോൾ തന്നെ മഷ്റൂമിന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ, അതായത് ഹൈ ഗ്യാസ് ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബദാം പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ബദാം പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ മഷ്റൂമിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം ബട്ടർ പെപ്പർ റോസ്റ്റ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. സെർവിങ് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് അതിന് മീതെ കുറച്ച് ബദാം പേസ്റ്റും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ബട്ടർ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാധാരണ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്കാണ് കഴിക്കുക. അതായത് ഇവർക്ക് നമുക്ക് ചപ്പാത്തിയോ ചോറോ അതൊന്നും ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റില്ല. ഈ കറികൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മസാലകളൊക്കെ വളരെ കുറച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചിട്ടാൽ കൂടെ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് ഇത് കഴിക്കാനും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നോട് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ.